നല്ല ദിവസങ്ങൾ ഓരോന്നോരോന്നായിട്ട് കർത്താവ് നമുക്ക് തരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും കാവലും കരുതലും ഓരോ ദിവസവും അനുഭവിച്ച് ബലപ്പെട്ട് വളരുന്ന കർത്താവിൻ്റെ സിംഹക്കുട്ടികളാണ് നമ്മൾ. ഓരോ ദിവസം കഴിയുന്തോറും കൃപമേൽ കൃപ നിറഞ്ഞവരായി, ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരായി ദൈവം അത്ഭുതകരമായി അതിശയകരമായി നമ്മെ വഴി നടത്തും. ഈ മാസത്തിൻ്റെ ഒരു രണ്ടാം പകുതിയിലേക്ക് നമ്മൾ കയറുന്നു. ഇന്ന് തിങ്കളാഴ്ച ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരി, ഇവിടെ നീണ്ട വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വളരെ ഫലം കായ്ക്കുന്ന ഒരു സഹോദരിയുടെ 60ാമത്തെ ജന്മദിനമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് ദൈവം നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ പ്രോഗ്രാം എല്ലാ ദിവസവും കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആ സഹോദരിയെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. സിസ്റ്ററിൻ്റെ പേര് ഒനീറ്റ എന്നാണ്. കർത്താവ് ധാരാളം കൃപ കൊണ്ട് മൂടട്ടെ. ഈ ദിവസത്തെ ആരാധനയിൽ വലിയ ദൈവപ്രവൃത്തിയെ നമുക്ക് യേശുവിൽ നിന്ന് പ്രാപിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. This is my desire to honor you, Lord, with all my heart I worship you. I give you praise. All that I adore is in you. Lord, I give you my heart. I give you my soul. I live for you, Lord. Every breath that I take, every moment I'm awake, Lord, have your way in me. Lord, I give you my heart. I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your way in me. Have your way. This is my desire to honor you, Lord, with all my heart I worship you. Yes. All I have within me, I give you praise. All that I adore is in you, Lord. Lord, I give you my heart. I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായമുണ്ട്. അതിൻ്റെ 3-1 നമ്മൾ എത്തിയിട്ടുള്ളൂ. എങ്കിലും പത്മോസ് ദ്വീപിൽ സ്വർഗം തുറന്ന വെളിപ്പാടുകൾ കണ്ട ഈ വലിയ ദൈവപുരുഷൻ്റെ ആഴമേറിയ ദൈവിക വെളിപ്പാടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ താൻ രചിച്ചതാണോ ഈ സുവിശേഷം എന്ന് പോലും നമുക്കറിയില്ലെങ്കിലും ഇതിനകത്തെ ഓരോ വാക്കുകൾക്കും വളരെ ജീവനും വളരെ അർത്ഥവുമുണ്ട്, വളരെ ചൈതന്യമുണ്ട്. ഒരു വരി പോലും വിട്ടുകളയാനില്ല. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ ഒന്നും വെറുതെ വായിച്ച് തള്ളിക്കളയാനുള്ളതല്ല. ആദ്യം വായിക്കുമ്പോൾ ഓർക്കും ചിലതേ ഉള്ളെന്ന്, പിന്നെ വായിക്കുമ്പോഴേ അറിയുന്നത് കുറേ ഉണ്ടെന്ന്, പിന്നെ വായിക്കുമ്പോൾ അറിയുന്നത് ഒരു 60% ഉണ്ടെന്ന്, പിന്നെ നമ്മൾ പറയും ഒരു 90% നമുക്കുള്ളതാണ്. പിന്നീടാണ് അറിയുന്നത് 100% ഒരു വള്ളിയോ പുള്ളിയോ വിടാതെ നമുക്കുള്ളതാണ്. ഇതുപോലെ ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഭവിക്കാൻ കഴിയും. അതായത് ബൈബിൾ മൊത്തമായിട്ട് ഒരു പ്രാവശ്യം വായിച്ചവർ പിന്നെ ചെയ്യേണ്ടത് ഒരു 10 പ്രാവശ്യം പുതിയ നിയമം വായിക്കണം. കാരണം നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. നമ്മൾ പഴയ നിയമത്തിൻ്റെ ആൾക്കാരല്ല. പഴയ നിയമം ന്യായപ്രമാണം ക്രൂശിൽ പൂർത്തിയായി. അപ്പം സുവിശേഷം അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം കർത്താവായ യേശുവിൻ്റെ ക്രൂശാണ്. സുവിശേഷത്തോടെ ന്യായപ്രമാണം പൂർത്തിയാകും. പിന്നെ ലേഖനത്തോടെ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലാണ് പുതിയ നിയമം ശരിക്കും ആരംഭിക്കുന്നത്. പെന്തക്കോസ്ത് നാളോടുകൂടി അത് തുടങ്ങിയാണ്. പുതിയ നിയമം ആരംഭിക്കുന്ന മത്തായിലല്ല. പുതിയ നിയമം ശരിക്ക് അപ്പോസ്തല പ്രവൃത്തിയിലാണ് തുടങ്ങുന്നത്. അവരാത്മാവിൻ്റെ ശക്തിയോടെ ആരംഭിച്ച 2-ാം അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. ലേഖനങ്ങളൊക്കെ രാജകീയ ലേഖനങ്ങളാണ്. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള വലിയ വെളിപ്പാടാണ് നമുക്ക് തരുന്നത്. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചു പോകുമ്പോഴും നമ്മളൊരു വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്നുകൂടി വായിച്ചിട്ട് 17-ലേക്ക് വരും. 16-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത്. അതായത്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കും. യേശു പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ വന്നത്. എന്നാൽ ഈ തൊഴുത്തിൽ മാത്രമല്ല എനിക്ക് ആടുള്ളത്, ഈ തൊഴുത്തിൽ പെടാത്ത അനേക ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകും. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 ബൈബിളിലെ ഏറ്റവും താക്കോൽ വാക്യം വന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. എത്ര പ്രധാനപ്പെട്ട വാക്യമാണ്. ദൈവം അബ്രഹാമിൻ്റെ മക്കളെ സ്നേഹിച്ചു എന്നല്ല, ഈ ലോകത്തെ, ലോകം എന്ന് പറഞ്ഞാൽ മോഹത്തിൽ ഒഴിഞ്ഞു പോകുന്ന, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകേണ്ട, നരകത്തിലേക്ക് പോകേണ്ട, നശിച്ചു പോകേണ്ട, സോദോം ഗൊമോറ പോലെ ചാമ്പലായി പോകേണ്ട ജനതതി യേശുവിൻ്റെ തൊഴുത്തിലെ ആടുകളായി മാറിയത്. യേശു അന്നേ പറഞ്ഞു, ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടം ഒരിടയനുമാകും, അവരും എൻ്റെ ശബ്ദം കേൾക്കും. അങ്ങനെ യഹൂദന്മാരിൽ നിന്ന് വന്നവരും യവനന്മാരിൽ നിന്ന് വന്നവരും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരാട്ടിൻകൂട്ടമായി മാറും, വിശുദ്ധ ജനമായി മാറും, ദൈവത്തിൻ്റെ കുഞ്ഞാടുകളായി മാറും. യേശു അതിൻ്റെ നായകനായി മാറും. അതായത് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്ന 3000 പേര് സ്നാനപ്പെട്ടതും, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ 10-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കൊർന്നല്യോസിൻ്റെ കുടുംബക്കാർ സ്നാനപ്പെട്ട് ചേർന്നതും, ഇത് 2 കൂടി ചേർത്താൽ 2 തൊഴുത്തിലെ ആടുകളെ ഒറ്റ തൊഴുത്തിലെ ആടുകളാക്കി മാറ്റി. ഇത് യേശുവിന് മാത്രമേ കഴിയൂ. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കുന്നവനാണ്. വർണ്ണവർഗ വ്യത്യാസമില്ലാതെ
ജാതി, കുലം, മതം, വേർവ്യത്യാസങ്ങളൊന്നും യേശു ക്രിസ്തുവിൻ്റെ വചനത്തിനില്ല. എല്ലാവരും ഒരുപോലെയാക്കാൻ, എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ മതിയായ സുവിശേഷത്തിന് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ വചനങ്ങൾ ഏതു മനുഷ്യനെയും മാറ്റിമറിക്കും. അടുത്ത വാക്യം എങ്ങനെയാണ്? എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കാൻ ഞാൻ ചെലവാക്കുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ അവർ അബദ്ധത്തിൽ പോയി പറ്റിയതല്ല. അവർക്കറിയാം ജീവനെ ചെലവിട്ടാൽ ഇതൊരു ലാഭമാണ്. മരിച്ചാലും ജീവിക്കുന്ന ഒരു നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ പോലെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായവർ അവർ ഭയങ്കര പ്രതിഫലമുള്ളവരാണെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. യേശു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ കൈകൊണ്ട് ഉപദ്രവമേറ്റ് ആണികളാൽ അടിക്കപ്പെട്ട് ക്രൂശിൽ തറക്കപ്പെട്ട് മരിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വന്നതേ മരിക്കാനാണ്. എനിക്ക് ഉറപ്പാണ്, ഞാൻ ജീവനെ കൊടുത്താൽ ഞാൻ ജീവനെ തിരിച്ചെടുക്കും. അതാണ് നമ്മൾ വായിച്ചത്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അപ്പൊ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ ഇതല്ലേ കഴിയൂ. ഇതാണ് അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചെന്ന്. അബ്രഹാം തൻ്റെ ദിവസം കാണും. ഈ ദിവസം യേശുവിൻ്റെ ദിവസം ആ ക്രൂശാണ്. മോറിയ മലയിൽ സ്വന്തം മകനെ യാഗമർപ്പിപ്പാൻ അബ്രഹാം കത്തിയെടുത്ത് ഉയർത്തിയപ്പോൾ, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് ഉയരത്തിയെന്നൊരു സ്വരം. പകരം കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുകൊറ്റനെ പകരം യാഗം കഴിച്ചു. പകരം അന്ന് ദൈവം അവനെ പഠിപ്പിച്ച ഒരു മർമ്മമുണ്ട്. ഇന്ന് ഞാനൊരു ആട്ടുകൊറ്റനെ നിന്റെ മകന് പകരം തന്നു. എന്നാൽ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആകുന്ന എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ നിന്റെ ഏകജാതൻ്റെ തലമുറയ്ക്ക് വേണ്ടി അർപ്പിക്കും. അബ്രഹാം തൻ്റെ ദിവസം കാണുമെന്ന് ആഗ്രഹിച്ചു. അത് കണ്ടുമിരിക്കും. ഇതാണ് യേശുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ അബ്രഹാമിൻ്റെ സ്വപ്നം മുഴുവനും യേശുവിലൂടെയാണ് പൂർത്തിയാകുന്നത്. അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കിലൂടെയല്ല അബ്രഹാം പൂർണ്ണനായി മാറുന്നത്. അബ്രഹാമിൻ്റെ മകനായി വന്ന യേശു ക്രിസ്തുവിലൂടെയാണ് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറകളുള്ള ജ്വലിക്കുന്നവനുമായി തീർന്നത്. ഏകനിൽ നിന്ന്. അപ്പൊ ഇസഹാക്കല്ല, അത് യേശു. ഏകന്റെ മരണത്താൽ ശാപം രോഗമെല്ലാം വന്നെങ്കിൽ, ഏകന്റെ പാപത്താൽ ശാപം രോഗം മരണം വന്ന്, അടുത്ത ഏകൻ, ഒടുക്കത്തെ ആദാമായി വന്ന ഏകൻ, അബ്രഹാമിൻ്റെ മകനായി ജനിച്ച ഏകൻ നിമിത്തം സൗഖ്യം, പാപക്ഷമ, നിത്യജീവൻ, ശാപവിമോചനം എന്ന് വേണ്ട മാനവജാതിക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിലേക്ക് റിലീസായി. അതിനുവേണ്ടി ഒരുവൻ ജീവൻ കൊടുക്കാൻ തയ്യാറായി. അതാണ് നമ്മൾ വായിച്ചത്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കും. എന്തിനാണ് യേശു ജീവൻ കൊടുക്കാൻ താല്പര്യപ്പെട്ടത്? ഏകജാതനായ പുത്രനാണെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കാര്യത്തിൽ യേശു വളരെ മുൻപനായിരുന്നു. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 2 പറയുന്നു, അതുകൊണ്ട് ദൈവം ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു.
അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകലരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങി എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയും. മാറ്റമില്ല. സകലതും അവൻ്റെ കാൽ കീഴാക്കി. അതുകൊണ്ടാണ് ദൈവം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്തിൽ ആക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുകയെന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് പറയുന്നു. നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കും, നിന്റെ എല്ലാ ശത്രുക്കളും നിന്റെ കാലിൻ്റെ കീഴെയാണ്. ആരുടെ കാലിൻ്റെ കീഴെ? എൻ്റെ ഇഷ്ടം ചെയ്യുന്ന എൻ്റെ മകൻ്റെ കാലിൻ്റെ കീഴെ. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്ന ദാസനല്ല, മകനായി സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം മുഴുവനും അറിഞ്ഞ് ചെയ്യുന്ന ഒരു മകനായി മകളായി തീരുന്നതിനേക്കാൾ വലിയൊരു പദവി വേറെയില്ല. സ്വന്തം പിതാവിന് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഈ ഭൂമിയിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യില്ല. അപ്പന് വേണ്ടി മകനൊന്നും ജീവൻ കൊടുക്കില്ല. അപ്പൻ്റെ പ്രോഗ്രാമിന് വേണ്ടി മകൻ ജീവൻ കൊടുക്കില്ല. വേണമെങ്കിൽ മകന് വേണ്ടി അപ്പൻ ജീവൻ കൊടുത്താലേ ഉള്ളൂ. കാരണം മകൻ അവരുടെ സ്വത്താണ്. എന്നാൽ മകൻ അപ്പൻ്റെ പദ്ധതിക്ക് വേണ്ടി ജീവൻ കൊടുക്കും. മകൻ അറിയാം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. യേശു വന്നാണ് അത് പഠിപ്പിച്ചത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് പോലും അറിയില്ല എന്ത്, മനുഷ്യൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു ആവോ, മൃഗങ്ങളുടെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു ആവോ. ഭൂമിയിൽ ഏറ്റവും വലിയ ജ്ഞാനിയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. ഭൂമിയിൽ ഏറ്റവും വലിയ ജ്ഞാനിക്ക് ഇത്രയൊക്കെയുള്ള ഗതി. എന്നാൽ യേശു വന്നിട്ട് പറഞ്ഞു, ഇതാ ശലോമോനേക്കാൾ വലിയവൻ. നമ്മൾ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചവരാണ്. നാം ഭാഗ്യമുള്ളവരാണ്. ശലോമോൻ ഈ ഭൂമിയിലായിരുന്നതിനേക്കാൾ ഒരു 10,000 മടങ്ങ് അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ് നാം സകലത്തിലും. മാത്രമല്ല നമ്മുടെ അന്ത്യം ശലോമോന്റെ അന്ത്യമല്ല. നാം യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരുത്തപ്പെട്ട പുതിയ സൃഷ്ടികളാണ്. ശലോമോൻ പുതിയ സൃഷ്ടിയല്ല. ഈ വെളിപ്പാടിൽ ജീവിക്കുവാൻ പുതിയ നിയമസഭയ്ക്ക് കൃപയുണ്ടാകട്ടെ. ഈ പഠനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചിത്രം, വിശ്വാസത്തിൻ്റെ പുതിയ ചിത്രമാണ് തരുന്നത്. ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള ബലപ്പെടാം. പ്രായത്തെ വെല്ലുന്ന വിശ്വാസവും അഭിഷേകവും നമുക്ക് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ചിലവിടാം. നാം ദൈവത്തിന് വേണ്ടി ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമയം, നമ്മുടെ പണം, നമ്മുടെ ആയുസ് എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ അതെല്ലാം നാം തിരികെ പ്രാപിക്കുകയാണ്. അതാണ് നമ്മൾ വായിച്ചത്, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, സമയം എല്ലാം. മരിക്കുന്നത് മാത്രമല്ല, കർത്താവിന് വേണ്ടി ഒരാൾ പറഞ്ഞത് കർത്താവിന് വേണ്ടി മരിക്കാൻ എളുപ്പമാണ്, എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പാടാണ്. മരിക്കാൻ ഒരു ദിവസം പോലും വേണ്ട, എന്നാൽ ജീവിക്കുക ഭയങ്കര പാടാണ്. അതും കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. രക്തസാക്ഷിയാകുന്നത് മാത്രമല്ല, ചിലരെന്നോട് കേട്ടിട്ടുണ്ട് പറഞ്ഞ്, ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവും. എന്തിനാ? വായിൽ നിന്ന് വേണ്ട ദിനം വന്നാൽ നമ്മൾ രക്തസാക്ഷിയാവും. ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ മതി എവിടെയെങ്കിലുമൊക്കെ ചെന്ന്. അതിനല്ല ദൈവം വിളിച്ചത്. കർത്താവിന് വേണ്ടി ജീവനെ ചെലവാക്കാൻ, സമയം, പണം, നമ്മുടെ ജീവനത്തിൻ്റെ എല്ലാ നന്മകളും കർത്താവിന് വേണ്ടി ചെലവാക്കുമ്പോൾ അത് മുഴുവൻ നമ്മൾ തിരികെ 1000 മടങ്ങായി പ്രാപിക്കുകയാണ്, ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിൽ. ഈ സത്യത്തിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ നന്മ നമുക്ക് എന്തുണ്ട്? കർത്താവിനെ അറിഞ്ഞവർ കർത്താവിൻ്റെ ഈ വെളിപ്പാടുകൾ ജീവിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിതം ചെലവാക്കാൻ സമയം, പണം, ആരോഗ്യം, കഴിവുകൾ, താലന്തുകൾ എല്ലാം ചെലവാക്കി 10,000 മടങ്ങ് ഫലം കൊയ്യുന്ന വിശ്വാസ വീരരായി ഓരോരുത്തരും മാറണം. രോഗസൗഖ്യങ്ങൾ നടക്കും, എല്ലാ ക്ഷീണങ്ങളും മാറും. കർത്താവിനോട് ഓടിച്ചാടി നടക്കണം. ഭൂമിയുടെ അറ്റത്തോളം അത്ഭുത സാക്ഷികളാകും യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു പുതിയ തുടക്കത്തിനായി ഇന്നു മുതൽ നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ നമുക്ക് കാണാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.